ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റിയ ഒരു 55 ഇഞ്ചിൻ്റെ 4K ഗൂഗിൾ ടി വി ആണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഓഫർ നടക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത്. TCLൻ്റെ സബ് ബ്രാൻഡ് ആയിട്ടുള്ള ഐഫാൽക്കൺ ബ്രാൻഡിലാണ് കേട്ടോ ഈ ടി വി വരുന്നത്. ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ഡേ ഓഫറിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നും 21,500 രൂപക്കാണ് കേട്ടോ ഞാൻ ഈ ടി വി പർച്ചേസ് ചെയ്തത്. മികച്ച ബിൽഡ് ക്വാളിറ്റിയുള്ള ഈ ഒരു ടി വി മെറ്റൽ ഫ്രെയിമിൽ ബെസൽലെസ് ഡിസൈനിലാണ് കേട്ടോ വരുന്നത്. 43 ഇഞ്ചിൻ്റെ ടി വിയുടെ വിലക്ക് തന്നെ 55 ഇഞ്ച് 4K ഗൂഗിൾ ടി വി ആയതുകൊണ്ട് തന്നെ ഇത് വാങ്ങുന്ന സമയത്ത് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കൺഫ്യൂഷൻ എല്ലാം മാറ്റുന്ന രീതിയിലായിരുന്നു കേട്ടോ ഇതിൻ്റെ പെർഫോമൻസ്. ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റി എല്ലാം തന്നെ വളരെ മികച്ചത് തന്നെയാണ്. അപ്പോൾ ഇനി ടി വിയുടെ മറ്റ് സവിശേഷതകളിലേക്ക് നമുക്ക് പോകാം. ഞാൻ ഓർഡർ ചെയ്തിട്ട് 2 ദിവസം കൊണ്ട് തന്നെ എനിക്ക് ടി വി ഡെലിവർ ആയിട്ട് കിട്ടിയിരുന്നു കേട്ടോ. ടി വി കിട്ടിയ സമയത്ത് തന്നെ എനിക്കൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം തന്നെ ടെക്നീഷ്യൻ വന്നിട്ട് ടി വി ഫിറ്റ് ചെയ്തിരുന്നു. ഇതിനാവശ്യമായിട്ടുള്ള വാൾ മൗണ്ട് നമ്മൾ എക്സ്ട്രാ പർച്ചേസ് ചെയ്യണം. 4K HDR സപ്പോർട്ട് ചെയ്യുന്ന 55 ഇഞ്ചിൻ്റെ ടി വിയാണ് കേട്ടോ ഇത്. HDR10 ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്ന ഈ ടി വിയിൽ ബിൽറ്റ് ഇൻ ക്രോംകാസ്റ്റ്, നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, ആമസോൺ പ്രൈം, ഹോട്ട്സ്റ്റാർ പോലെയുള്ള അഡീഷണൽ ആപ്പുകളെല്ലാം തന്നെ വരുന്നുണ്ട്. ടി വിക്ക് 1 ഇയർ വാറൻറ്റിയാണുള്ളത്. ഇതാണ് കേട്ടോ ഈ ടി വിയുടെ റിമോട്ട് വരുന്നത്. ഇതിലേക്ക് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, യൂട്യൂബ് പോലെയുള്ള ആപ്പുകളിലേക്കുള്ള ഡെഡിക്കേറ്റഡ് ബട്ടൺസ് ഉണ്ട്. അതുപോലെ തന്നെ വോയിസ് കമാൻഡ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു എക്സ്ട്രാ അഡീഷണൽ ബട്ടണും കൂടി ഇതിൻ്റെ കൂടെ തരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ടി വി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം കേട്ടോ. എത്ര സമയം കൊണ്ട് ടി വി ബൂട്ടപ്പ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. ലാസ്റ്റ് നമുക്കൊരു ഗൂഗിൾ ടി വിയുടെ ഒരു ലോഗോ വന്നുകൊണ്ടാണ് നമ്മുടെ ടി വി നമുക്ക് ഓൺ ആയിട്ട് വരുന്നത്. ഇതാണ് ടി വിയുടെ ഹോം സ്ക്രീൻ വരുന്നത്. ഇവിടെ നമുക്ക് മൂവീസ്, ടി വി ഷോസ്, ആപ്സ്, ലൈബ്രറി, TCL എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇതൊക്കെ റിമോട്ടിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്ത് മാറ്റിയെടുക്കാം. യാതൊരു ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. വളരെ റെസ്പോൺസീവായിട്ട് തന്നെയാണ് ടി വി വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇതിലില്ലാത്ത അഡീഷണൽ ആപ്സ് എല്ലാം തന്നെ നമുക്ക് ഇതിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്നിട്ടുള്ള ഒരു ആപ്പാണല്ലോ യൂട്യൂബൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ആ യൂട്യൂബിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൂടുതൽ ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഇവിടെ യൂട്യൂബ് ലോഡായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 50 Mbps വരുന്ന കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡാണ്. എനിക്കിതുവരെ യാതൊരു ബഫറിങ്ങോ ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ വീഡിയോ കാണുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഈവൻ അത് 4K വീഡിയോ ആണെങ്കിൽ പോലും. ഇനി നമുക്ക് കുറച്ച് 4K വീഡിയോയുടെ കുറച്ച് സാമ്പിൾസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോയുടെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് മനസ്സിലാവും.
ഇപ്പോൾ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 4Kയിലാണ്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ സ്മൂത്തായിട്ട് തന്നെ വീഡിയോ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ടി വിയിൽ ഡിസ്നിയുടെ ഹോട്ട്സ്റ്റാർ എന്ന് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. യാതൊരുവിധ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതിവിടെ ആപ്പ് ലോഡായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഈ വീഡിയോ പ്ലേ ആവുന്നത് 4Kയിലാണ്. ഇനി നമുക്ക് പ്രൈം വീഡിയോ ഒന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പ്രൈം വീഡിയോ ആണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ലോഡ് ആവുന്നുണ്ട്. യാതൊരുവിധ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നമുക്ക് ഈ ടി വിയുടെ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇതിൽ ആൻഡ്രോയിഡിൻ്റെ OS വേർഷൻ വരുന്നത് 11 ആണ്. പിക്ചറിലും സൗണ്ടിലും ഒരുപാട് മോഡുകളുണ്ട് നമുക്കിതിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് ആവറേജ് ആണെങ്കിലും ഞാനിവിടെ ഒരു സൗണ്ട് ബാർ യൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഏത് ടി വികൾ ഉപയോഗിക്കുകയാണെങ്കിലും ഒരു അഡീഷണൽ സൗണ്ട് ബാർ ഉപയോഗിക്കുന്നതാണ് നമുക്ക് സൗണ്ട് മൂവീസൊക്കെ കാണുമ്പോൾ നമുക്ക് ഒന്നുകൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ലത്. ഇതിൽ 3 HDMI പോർട്ടാണ് വരുന്നത്. അതിൽ ഒരെണ്ണം HDMI ആർക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൽ ഒരു USB പോർട്ട് മാത്രമേ ഉള്ളൂ. എനിക്കൊരു പോരായ്മയായി തോന്നിയത് അത് മാത്രമാണ്, ഒരൊറ്റ USB പോർട്ട് ഉള്ളത് മാത്രം. നമുക്ക് ഈ ടി വിക്ക് യാതൊരുവിധ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ റിമോട്ട് പ്രസ് ചെയ്യുന്ന അതേ മൊമെൻറ്റിൽ തന്നെ നമ്മുടെ വിൻഡോ മെനു എല്ലാം തന്നെ കറക്റ്റായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് യാതൊരുവിധ ലാഗോ ഇല്ലാതെ വളരെ അടിപൊളിയായിട്ട് നമുക്ക് ടി വി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്.